കൊണ്ടുവന്നപ്പോ കുടുങ്ങി. മൂവാറ്റുപുഴയിൽ വെച്ച് അഹ്സനി ചോദിച്ചു, അപ്പൊ സിഹിർ ബാധിക്കും നിങ്ങൾ പറയണു? സിഹിറിൽ സാഹിറിനെ സഹായിക്കുന്നത് ആരാ? ജിന്നാണ്, ശൈത്താനാണ്. അപ്പൊ ആ സഹായം അഭൗതികല്ലേ? അപ്പൊ അഭൗതിക മാർഗത്തിലൂടെ ശൈത്താൻ സഹായിക്കും എന്നാണല്ലോ സിഹിർ ബാധിക്കുന്ന അതിന്റെ അർത്ഥം. ഒരു സാഹിർ കോഴിമുട്ടമ്മൽ എഴുതിയേ അല്ലെങ്കിൽ കടലാസിൽ എഴുതിയേ ചുട്ടുകളയെ എവിടെയെങ്കിലും കുഴിച്ചത്, എങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ തസ്മാത്തിന്റെ ആളുകൾ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ദൂരമുള്ള ഒരാൾക്ക് അതിന്റെ ഫലം പറ്റും. എങ്ങനെ? അത് ശൈത്താൻ കൊണ്ടുപോയി പറ്റിക്കുന്ന, ശൈത്താനാണ് അതിന്റെ മീഡിയേറ്റർ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു സംഗതിയാ സിഹിർ. അപ്പൊ സിഹിർ പലിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും എന്ന് അബ്ദുസ്സലാം സുല്ലമിയും മടവൂർ വിഭാഗവും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു സാഹിറിന് സാധിക്കും. ഇപ്പൊ എന്നെയൊക്കെ പഠിപ്പിച്ച കാലത്ത് സലാം സുല്ലമി അത് പറയുകയും നമ്മളൊക്കെ കൂടുതൽ പഠിക്കാത്ത കാലത്ത് അത് പറഞ്ഞിറക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് മനസ്സിലായി അത് അഭൗതിക മാർഗമല്ല, അത് മറഞ്ഞ മാർഗമല്ല, അത് സാധാരണ കാര്യകാരണ ബന്ധത്തിന് അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷെ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പിന്നീട് മനസ്സിലായി. നോക്കൂ നിങ്ങൾ, അഹ്സനിയ കൈപ്പിട്ട് പറയുന്നത്.